കുറച്ച് നാളുകൊണ്ട് നല്ല കേക്ക് ബോർഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇതേപോലെ നനവ്, ഷുഗർ സിറപ്പിൻ്റെയൊക്കെ നനവ് വരുമ്പോൾ ഇങ്ങനെ അടയാളം വരുന്നത് കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നനവ് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് വശം വരുമ്പോഴത്തേക്കും നല്ല ബോറാണ് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത്. ഞാൻ മിക്കവാറും അങ്ങനെ വരുന്നത് ബാക്ക് സൈഡിലോട്ട് ആക്കാറാണ് പതിവ്. ഈ കേക്ക് എന്ന് പറയുന്നത് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ്. അതുകൊണ്ട് എനിക്ക് ഡിസൈനും കാര്യങ്ങളും ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിനൊന്ന് പിടിച്ച ഡിസൈനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതേപോലെ ഫ്ലവർ കൊടുത്ത ശേഷം സൈഡിലും കൂടി ഇതേപോലെ ആ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ബോർഡറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സെൻറ്ററിൽ പേര് എഴുതാനുണ്ടായിരുന്നു, പക്ഷേ അതെന്താണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്രയും ചെയ്ത് ഞാൻ വീണ്ടും കേക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. ക്രീം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. സമയമില്ലായിരുന്നു, പെട്ടെന്ന് വന്നിട്ടുള്ളതായിരുന്നേ. അപ്പോൾ അത്രയും ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത സമയത്തേക്കുമാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് എഴുതാനുണ്ടായിരുന്നതെന്ന്. പിന്നെ ഞാൻ അത് എഴുതി ഷുഗർ ബോൾസൊക്കെ ഇട്ടാണ് അത് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് എനിക്ക് നേരത്തെ തന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഒരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ഫൈനലൈസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും ചെയ്ത് കേക്ക് റെഡിയാക്കി വെച്ച ശേഷം പെട്ടെന്ന് ഡിസൈൻ നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റേ കേക്കിൻ്റെ ഓർഡർ വന്നത്. പിന്നെ അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് ഡിസൈൻ ചെയ്യാമെന്നുള്ള ഐഡിയ ആയിരുന്നു മനസ്സിൽ. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ കൊടുത്തതുപോലെ ഫുള്ളായിട്ട് ഫ്ലവറും കൊടുത്ത് അതേപോലെ തന്നെ ബോർഡർ ഡിസൈൻ കൊടുത്തതിന് ശേഷം സെൻറ്ററിലെ നൈമ എഴുതി കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഫ്ലവർ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുത്തത് ഫുള്ളായിട്ട് ഒരു സൈഡിൽ ആ ഫ്ലവർ ചെയ്തിട്ട് സൈഡ് വശത്ത് നൈമ എഴുതിയിട്ട് ബോർഡറും കൊടുത്തിട്ട് ഷുഗർ ബോൾസും കൂടെ ഇട്ട് ചെറുതായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ചെയ്താലോ എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമുക്ക് വെറൈറ്റി ചെയ്യാനാണല്ലോ ഇഷ്ടം. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ 12th ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ആൺകുട്ടിയാണല്ലോ, എന്തെങ്കിലും അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും തീം ചെയ്യാം, പ്രിൻ്റ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പ്രിൻ്റൊന്നും അതിന് പറ്റിയിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുട്ബോളിൻ്റെ തീം എന്തെങ്കിലും ചെയ്താലോ. സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് സത്യത്തിൽ ഈ വർക്കില്ല, പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്തായാലും ഫുട്ബോളിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുട്ബോൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വേണ്ട, ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ക്രിക്കറ്റ് തീം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ ചെയ്ത് നോക്കാം. പക്ഷേ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് കുറച്ച് CMCയും കോൺഫ്ലവറും കൂടെ വന്നിട്ട് കൊടുത്ത ശേഷം ഒരു വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൽ ഞാൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കളറായിട്ടാണ് വരുന്നത്. അത് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒരു ബാറ്റാക്കി എടുത്തിട്ട് പിന്നെ ബാറ്റിൻ്റെ പിടി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്കി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഫോണ്ടൻ്റ് മാത്രമേ അതിനെടുത്തിട്ടുള്ളൂ, കാരണം അത്രയും മതിയല്ലോ. അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് വെള്ളം വെച്ചാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും അത് അങ്ങ് സെറ്റായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രിക്കറ്റ് ടീം ചെയ്യുന്നതും ഈ ബാറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് ബാറ്റ് എങ്ങനെ ഞാൻ ചെയ്തെടുക്കുമെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് അതേപോലെ ഫോണ്ടൻ്റ് പരത്തിയിട്ട് അതിൻ്റെ ആ ഒരു മുകൾ വശം ഒന്ന് ചരിവുണ്ടല്ലോ, ആ 2 സൈഡും ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് വരുത്തിയെടുക്കാൻ കുറേ നേരം ഞാൻ അങ്ങോട്ട് ഉരുട്ടിയും പരത്തിയൊക്കെ കുറേ നേരം നിന്നിട്ടാണ് അത് റെഡിയാക്കി എടുത്തത്. എന്തായാലും അത് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതൊരു ബാറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ബോളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനിൽ സെൻറ്ററിൽ ഇതേപോലെ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതിനുള്ളിലാണ് ഒരു ഗ്രീൻ കൊടുത്തിട്ട് പിന്നെ ആ പിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം സൈഡിൽ കുറച്ച് ബാലൻസ് വൈറ്റ് ക്രീം ഇതേപോലെ വൈറ്റായിട്ട് കുറച്ച് ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നൈം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 റിങ് എടുത്ത് നോക്കിയപ്പോഴെല്ലാം കുറച്ച് വലുതായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ചെറുതൊരെണ്ണം വെച്ച് കുറച്ച് സ്പേസ് ആ സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബോർഡറായിട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നൈം എഴുതാൻ വേണ്ടി. എന്നിട്ട് ഇതേപോലെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് ആ സെൻറ്ററിൽ മാത്രം അത് കൊടുത്ത ശേഷം ഒരു ഇതിൻ്റെ എഫക്റ്റ് വരുന്ന ഗ്രീൻ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ ക്രിക്കറ്റിൻ്റെ ആ ഒരു പിച്ചുണ്ടല്ലോ, അപ്പോൾ അത് ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ അങ്ങനെ കൊടുത്ത ശേഷം സെൻറ്ററിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ അപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം അത് നമുക്കിങ്ങനെ കുത്തി നിർത്തേണ്ട സാധനങ്ങളൊന്നുമല്ലല്ലോ, അതിൻ്റെ പുറത്ത് തന്നെ എടുത്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും സ്റ്റിഫായിട്ടൊന്നും ഫോണ്ടൻ്റ് വർക്ക് ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് പിന്നെ അത് എല്ലാം അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നതാണ്. ഞാൻ ബേറ്റ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് അതേ സ്കിൻ കളർ തന്നെയാണ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ബേറ്റിന് വേണ്ടിയിട്ട് എടുത്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ 3 സ്റ്റമ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നമുക്ക് ആ ഒരു മുകളിൽ വെക്കുന്ന ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ ഈ സാധനം
അതിങ്ങനെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും വലുതായിട്ട് തോന്നി. പിന്നെ ഞാനത് എടുത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അതും റെഡിയായി. അതേപോലെ തന്നെ ഞാൻ ബേറ്റും അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നിയ ബേറ്റ് കുറച്ച് വലുതായിപ്പോയി. അത് ഒരു കേക്ക് ചെറുതല്ലേ, ½ kg കേക്കാണ്. അപ്പോൾ അത്രയും വലിയ ബേറ്റ് ഇരിക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ. പിന്നെ അത് ഞാൻ വെച്ചതിന് പിന്നെ തിരിച്ചെടുത്തു. റിങ് വെച്ച് റൗണ്ടെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ബേറ്റും ബോളും അതെല്ലാം കൂടിയൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എനിക്കത് സ്പേസ് കുറവായ പോലെ തോന്നി. പിന്നെ നൈം എഴുതി കൊടുക്കണമല്ലോ, എല്ലാം കൂടി അതിൻ്റെ ടോപ്പിൽ നിൽക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് അതേപോലെ ഗ്രീൻ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൗണ്ടും കാര്യങ്ങളും ഒന്നും പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേറ്റ് അങ്ങനെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് വലുതായ പോലെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ക്രീമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് നേരെയാക്കി കൊടുത്ത ശേഷം ആ ബേറ്റിൻ്റെ ബാക്ക് വശം, അതായത് ഫ്രണ്ട് നമുക്കിങ്ങനെ ഒരു കർവ് ഷേപ്പിലല്ലേ ഫ്രണ്ട് വശം വരുന്നത്, അത് ഞാൻ നേരത്തെ തന്നെ അത് എങ്ങനെയൊക്കെയോ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അത് വീണ്ടും ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ അവിടെ കട്ട് ചെയ്യാതെ ബാക്കിൽ നമ്മുടെ ആ ഒരു ഹാൻഡിൽ വരുന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അത് വീണ്ടും ഒന്ന് പച്ചവെള്ളം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ ബോർഡറും കൂടി ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നൈമ പിന്നെ ഞാൻ ഫോണ്ടൻറ്റിൽ ബോർഡിലാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ മുകളിൽ വെക്കുന്നത് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ബോർഡിലാണ് പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻ്റ് വെച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന ഭാഗത്ത് ബോർഡറായിട്ട് വീണ്ടും ഗ്രാസ് നോസിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റേ കേക്കിൻ്റെ എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നൈമുമെല്ലാം എഴുതി കൊടുത്തു, ഷുഗർ ബോൾസും കൂടി ഇട്ട് അതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് 2 കേക്കും ഫോട്ടോയൊക്കെ എടുത്ത ശേഷം പിന്നെ ഡെലിവറി ചെയ്തു. ഇതിന് എക്സ്ട്രാ ചാർജൊന്നും ഞാൻ ഫോണ്ടൻ്റെ വർക്കിന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണല്ലോ. അപ്പോൾ 2 കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അറിയിക്കാനും മറക്കല്ലേ.